നമസ്തേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ. ഇനി അയോധ്യാകാന്ഡം 9-ാം സർഗമാണ്. അവസാനം ഇതാ മന്ത്രിയുടെ അസൂയ നിറഞ്ഞ ആക്രന്ദനങ്ങൾ കൈകേയിയുടെ മനസ്സിനെ പിടിച്ച് കുലുക്കി മകൻ്റെ രാജ്യലബ്ധിയിൽ കൂടി തനിക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനത്തെയും അധികാരത്തെയും മാത്രം ലക്ഷ്യം വെച്ച് അവളിലെ നീചപ്രവണതകൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മകൻ്റെ ചിന്താഗതി എന്താവാമെന്ന് ഒരു ലവലേശം, ഒരു നിമിഷ നേരത്തേക്ക് പോലും ചിന്തിക്കാതെ ആ മാതാവ് തൻ്റെ ഭർത്താവിനെ, രാജാവിനെ തേജോവധം ചെയ്യാൻ ഒരുങ്ങുന്നു. തുടരാം. 9-ാം സർഗം. 9-ാം സർഗം അഭിഷേക വിഘ്നോപായ ചിന്ത. അഭിഷേകത്തെ മുടക്കുവാനുള്ള ഉപായത്തെ ചിന്തിക്കുന്നത്. ഏവമുക്ത്വാ തു കൈകേയീ ക്രോധേന ജ്വലിതാനനാ ദീർഘമുഷ്ണം ച നിശ്വസ്യ മന്ധരാമിതമബ്രവീത്. അദ്യ രാമമിദക്ഷിപ്രം വനം പ്രസ്ഥാപയാമ്യഹം യൗവരാജ്യേന ഭരതം ക്ഷിപ്രമേവാഭിഷേചയേ. ഇദം ത്വിദാനീം സംപശ്യ കേനോപായേന മന്ധരേ ഭരത പ്രാപ്നുയാദ് രാജ്യം നതു രാമ കഥഞ്ജന. ഏവമുക്താ തയാ ദേവ്യാ മന്ധരാ പാപദർശിനി രാമാർത്ഥമുപഹിംസന്തി കൈകേയീമിതമബ്രവീത്. ഇപ്രകാരം ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ചെയ്യപ്പെട്ട കൈകേയി ദേവിയും കോപാവേശത്താൽ കത്തിജ്വലിക്കുന്ന തീ പോലെയുള്ള മുഖത്തോടു കൂടിയവളായി ചുടിയുടെ നടുവേർപ്പിട്ട് മന്ധരയോടായി ഇപ്രകാരം അരുൾ ചെയ്തു. ഞാൻ തന്നെ ഇന്ന് ഇതാ രാമനെ ഇവിടെ നിന്നും കാട്ടിലേക്ക് അയച്ചു കളയുന്നുണ്ട്. താമസിയാതെ ഭരതനെ യുവരാജാവായി പട്ടം കെട്ടിക്കുന്നുമുണ്ട്. മന്ധരെ, ഇപ്പോൾ രാമൻ ഏതു പ്രകാരത്തിലും എന്തൊരു ഉപായത്താലാണ് ഇല്ലാതായിത്തീരുന്നത്. അതിനുശേഷം ഭരതൻ രാജ്യത്തെയും പ്രാപിക്കുന്നത്. ഇക്കാര്യത്തെപ്പറ്റി നന്നായി ആലോചിക്കുക. ഇപ്രകാരം ആ രാജ്ഞിയാൽ കൽപ്പിക്കപ്പെട്ടവളും ശ്രീരാമൻ്റെ നന്മയ്ക്ക് വിഘ്നമായിരിക്കുന്നവളും ദുഷ്ടനടപടിയിൽ പ്രിയമുള്ളവളും ആയ ആ മന്ധര കൈകേയി ദേവിയോടായി ഇപ്രകാരം പറഞ്ഞു. ഹന്തേതാനീം പ്രവക്ഷ്യാമി കൈകേയീ ശ്രൂയതാം ച മേ യഥാ തേ ഭരതോ രാജ്യം പുത്ര പ്രാപ്സ്യസി കേവലം. കിം ന സ്മരസി കൈകേയീ സ്മരന്തി വാ നിഗൂഹസേ യദുച്യമാനമാത്മാർത്ഥം മത്തസ്ത്വം ശ്രോതുമിച്ഛസി. മയോച്യമാനം യദി തേ ശ്രോതും ഛന്ദോ വിലാസിനി ശ്രൂയതാമഭിധാസ്യാമി ശ്രുത്വാ ചാവിമൃശ്യതാം. ശ്രുത്വേദം വചനം തസ്യാ മന്ധരായാസ്തു കൈകേയീ കിഞ്ചിദുത്ഥായ ശയനാ സ്വാസ്തീർണാദിതമബ്രവീത്. കഥയത്വം മമോപായം കേനോപായേന മന്ധരേ ഭരത പ്രാപ്നുയാദ്രാജ്യം നതു രാമ കഥഞ്ജനാ. ഏവമുക്താ തു കൈകേയ്യാ മന്ധരാ പാപദർശിനി
രാമാർത്ഥമുപഹിം സന്ധി കുബ്ജാ വചനമബ്രവീത് തവ ദൈവാസുരേ യുദ്ധേ സഹ രാജർഷിഭിഃ പതി അഗച്ഛത്വാമുപാദായ ദേവരാജസ്യ സാഹ്യകൃത് ദിശമാസ്തായ കൈകേയി ദക്ഷിണാം ദണ്ഡകാൻ പ്രതി വൈജയന്തമിതി ഖ്യാതം പുരം യത്ര തിമിധ്വജാ. അല്ലേ കൈകേയി ദേവി, നല്ല കാലം തന്നെ. ഇന്ദ്രയുടെ പുത്രൻ ഭരതൻ തന്നെ രാജ്യത്തെ നിർദോഷമായ വിധത്തിൽ പ്രാപിക്കും എന്നതിനുള്ള വഴി ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടാലും. കൈകേയി ദേവി, നിന്തിരുവടി മുമ്പരളി ചെയ്തിട്ടുള്ള സ്വന്തം രഹസ്യം ഒന്നിനെ എങ്കിൽ നിന്നും കേട്ടറിവാൻ ഭവതി ഇപ്പോൾ ആഗ്രഹിക്കുന്നുവോ? ഇതിനാൽ നിന്തിരുവടി മറന്നുപോയി കളഞ്ഞതാണോ, അതോ സ്മരിക്കുന്നവളായി മറയ്ക്കുന്നതോ? കളിയാക്കുന്നതിൽ പ്രിയമുള്ളവളെ, അതെങ്ങനെയായാലും ശരി, ഭവതിയുടെ തിരുവുള്ളം ഭവതി പറഞ്ഞു തന്നതിനെ തന്നെ എങ്കിൽ നിന്ന് വീണ്ടും കേൾക്കണമെന്നാകിയാൽ ഞാൻ കേൾപ്പിക്കാം, ചെവിക്കൊണ്ടാലും. കൈകേയി ദേവിയും ആ മന്ഥരയുടെ ഇപ്രകാരമുള്ള വാക്ക് കേട്ട ഉടനെ താൻ കിടന്നിരുന്ന ശയനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്രകാരം വരെ ചെയ്തു. മന്ഥരെ, രാമൻ എപ്രകാരവും എന്തൊരു ഉപായത്താലാണ് ഇല്ലാതാകുന്നത്? ഭരതൻ രാജ്യത്തെ പ്രാപിക്കണം. ആ കാര്യം സാധിപ്പാനുള്ള വഴി നീ എനിക്ക് പറഞ്ഞു തരിക. ഇക്കാര്യത്തിൽ ഇപ്രകാരം കൈകേയി രാജ്ഞിയാൽ നിയമിക്കപ്പെട്ടവളും പാപിഷ്ഠയും ശ്രീരാമകാര്യത്തിന് വിഘ്നമുണ്ടാക്കുന്നവളും കുനിയുമായ മന്ഥര ഇപ്രകാരം പറഞ്ഞു. നിന്തിരുവടിയുടെ ഭർത്താവായ ദശരഥ മഹാരാജാവ് ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിൽ നടന്ന യുദ്ധത്തിൽ രാജർഷികളോടുകൂടി ദേവേന്ദ്രന് സഹായിയായി നിന്തിരുവടിയെയും കൂടെ കൂട്ടിക്കൊണ്ട് എഴുന്നള്ളി. ഹേ കൈകേയി ദേവി, തെക്കേ ദിക്കിൽ ദണ്ഡകാരണ്യ പ്രദേശങ്ങളിൽ തിമിധ്വജൻ എന്ന അസുരൻ ഏതൊരു ദിക്കിലുണ്ടായിരുന്നുവോ വൈജയന്തം എന്ന പുകഴാർന്ന ആ പട്ടണത്തിൽ ചെന്നു ചേർന്നു. സചംബര ഇതി ഖ്യാത ശതമായോ മഹാസുര ദദൗ ശക്രസ്യ സംഗ്രാമം ദേവസംഘൈരനിർജിത. തസ്മിൻ മഹതി സംഗ്രാമേ പുരുഷാൻ ശതവിക്ഷതാൻ രാത്രൗ പ്രസുപ്താൻ ഘ്നന്തി സ്മതരസാപ്താസ്യ രാക്ഷസാ. തത്രാകരോന്മഹദ്യൂത്ഥം രാജാ ദശരഥസ്തദാ സുരൈശ്ച മഹാബാഹു ശസ്ത്രൈശ്ച സകലീകൃത അപവാഹ്യ ത്വയാ ദേവി സംഗ്രാമാൻ നഷ്ടചേതന. തത്രാപി വിക്ഷതശസ്ത്രൈ പതിസ്ഥീരീക്ഷിതസ്ത്വയാ പുഷ്ടേന തേന ദത്തൗ തേ ദ്വൗ വരൗ ശുഭദർശനേ. സത്വയോക്ത പതിർദേവി യഥേശ്ചേയം തഥാ വരൗ ഗൃഹ്ണീയാമിതി തത്തേന തഥേത്യുക്തം മഹാത്മനാ. അനഭിജ്ഞാഹ്യഹം ദേവി ത്വയൈവ കഥിതാ പുരാ. കഥൈഷാ തവതു സ്നേഹാൻ മനസാ ധാര്യതേ മയാ. രാമാഭിഷേക സംഭാരാൻ നിഗൃഹ്യ വിനിവർത്തയ. തൗ വരൗ യാജഭർത്താരം ഭരതസ്യാഭിഷേചനം പ്രവ്രാജനം ച രാമസ്യ ത്വം വർഷാണി ചതുർദശ ഹി വർഷാണി രാമേ പ്രവ്രാജിദേവനം. പ്രജാഭാവഗത സ്നേഹ സ്ഥിര പുത്രോ ഭവിഷ്യതി. ശംബരൻ എന്ന മറ്റൊരു പേരോടുകൂടിയവനും പല പല മായാപ്രയോഗങ്ങളിൽ നിപുണനും ദേവഗണങ്ങളാൽ ജയിക്കപ്പെടാത്തവനുമായ ആ മഹാസുരൻ ഇന്ദ്രനുമായി ഘോരയുദ്ധം ചെയ്തു. രാക്ഷസന്മാർ ആ ഘോരമായ യുദ്ധത്തിൽ രാത്രി സമയം മനോധൈര്യം ഹേതുവാൽ ലക്ഷ്യം ചെയ്യാതെ പല പല മുറിവേറ്റവരായി ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യരെ കൊല ചെയ്തു. അപ്പോൾ മഹായുദ്ധവീരനായ ദശരഥ ചക്രവർത്തി അസ്ത്രശസ്ത്രങ്ങളെടുത്ത് വമ്പിച്ച യുദ്ധം ചെയ്തു. അസുരന്മാരാൽ അപ്രകാരം ഇരുന്നിട്ടും കൂടെ മൂർച്ഛിപ്പിക്കപ്പെട്ടു. അമ്മേ, ആ സമയം ബാണങ്ങളെ കൊണ്ട് വ്രണപ്പെട്ടവനും മൂർച്ച പൂണ്ടിരുന്നവനുമായ ഭവതിയുടെ ഭർത്താവ് നിന്തിരുവടിയാൽ പോർക്കളത്തിൽ നിന്നും ദൂരെ എടുത്തുകൊണ്ടു പോകപ്പെട്ട് ഭവതിയാൽ തന്നെ ശുശ്രൂഷിച്ച് സംരക്ഷിക്കപ്പെട്ടു. തനിക്കു നന്മ എന്തെന്ന് ഗ്രഹിച്ചവളായ ഹേ ദേവി, 2 വരങ്ങൾ സന്തോഷിപ്പിക്കപ്പെട്ടവനായ അദ്ദേഹത്താൽ നിന്തിരുവടിക്കായി നൽകപ്പെട്ടു. ദേവി, ആ ചക്രവർത്തിയും ഏതു സമയം ഞാൻ ഇഷ്ടപ്പെടുന്നുവോ ആ സമയം 2 വരങ്ങളെയും ഞാൻ അപേക്ഷിച്ചു കൊള്ളാം എന്ന് ഭവതിയാൽ പ്രാർത്ഥിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയാകട്ടെ എന്ന് ആ മഹാത്മാവാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടു. ഇതിനു മുമ്പ് ഇക്കാര്യത്തെപ്പറ്റി അറിയാതിരുന്നവളായ ഞാൻ ഭവതിയാൽ തന്നെ ഇക്കഥ പറഞ്ഞറിയിക്കപ്പെട്ടിട്ടുണ്ട്. നിന്തിരുവടിയുടെ പേരിലുള്ള ഉറ്റ സ്നേഹത്താൽ മാത്രം ഈ സംഗതി എന്നാൽ ഓർമ്മിക്കപ്പെട്ട് വച്ചിരിക്കുന്നു.
നിന്തിരുവടി ശ്രീരാമന് 14 സംവത്സരങ്ങൾ വനവാസവും ഭരതന് യുവരാജ്യ പട്ടാഭിഷേകവും ആകുന്ന ഈ 2 വരങ്ങളെ അപേക്ഷിക്കുക. ഭർത്താവിനെ സമ്മതിപ്പിച്ച് രാമാഭിഷേകത്തിനായി ഒരു കൂട്ടുന്നവയെല്ലാം നിർത്തൽ ചെയ്യിക്കുക. രാമൻ 14 കൊല്ലങ്ങൾ കാട്ടിൽ തപസ് ചെയ്യുന്നുവെങ്കിൽ പുത്രനായ ഭരതൻ ജനങ്ങളുടെ അന്തരംഗമായ സ്നേഹത്തോടു കൂടിയവനായി ഇളക്കപ്പെടാൻ കഴിയാത്തവനായി തീർന്നു പോകും. ക്രോധാകാരം പ്രവിശ്യാദ്യ ക്രുദ്ധേ വാശ്വപദേ സുതേ ശേഷ്വാനന്ദഹിതായാം ത്വം ഭൂമൗ മലിനവാസിനി മാസ്മൈനം പ്രത്യുദീക്ഷേഥാ മാ ചൈനമഭിഭാഷഥാ രുദന്തി ചാപിതം ദൃഷ്ട്വാ ജഗത്യാം ശോകലാലസാ ദീതാത്വം സദാ ഭർത്തുരത്ര മേ നാസ്തി സംശയ ത്വത്കൃതേ സമഹാരാജോ വിഷേദവിഹുദാശനം ന ത്വാം ക്രോധയിതും ശക്തോ ന ക്രുദ്ധാം പ്രത്യുദീക്ഷിതും തവ പ്രിയാർത്ഥം രാജാ ഹി പ്രാണാനവിപരിത്യജേത് നഹ്യതിക്രമിതും ശക്തസ്തവ വാക്യം മഹീപതി മന്ദസ്വഭാവേ ബുദ്ധ്യസ്വ സൗഭാഗ്യബലമാത്മന മണിമുക്താ സുവർണാനി രത്നാനി വിവിധാനി ച ദദ്യാ ദശരഥോ രാജാ മാസ്മദേഷു മനഃകൃതാ യൗ തൗ ദേവാസുരേ യുദ്ധേ വരൗ ദശരഥോ ദദാത് തൗ സ്മാരയ മഹാഭാഗേ സോർത്ഥോ മാ ത്വാമതിക്രമേത് യദാ തു ദേവരം ദദ്യാ സ്വയമുത്ഥാപ്യ രാഘവ വ്യവസ്ഥാപ്യ മഹാരാജം ത്വമിമം വൃണുയാവരം. ഹേ അശ്വപതി രാജപുത്രി, ഇപ്പോൾ തന്നെ ഭവതി കോപിച്ച സമയത്തിലിരിക്കാറുള്ള മുറിയിൽ ചെന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നവൾ പോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒന്നും വിരിക്കാത്ത വെറും നിലത്തിൽ കിടക്കുക. വെറും നിലത്ത് ശോകപരവശിയായി കരഞ്ഞുകൊണ്ടിരിക്കുന്നവളായി അദ്ദേഹത്തെ കണ്ടിട്ടും കണ്ടഭാവം നടിക്കാതെ ഇരിക്കണം. സംസാരിക്കുകയും അരുത്. നിന്തിരുവടി എന്നും ഭർത്താവിൻ്റെ അത്യന്തപ്രിയത്തിന് പാത്രമായവളാണല്ലോ. മഹാരാജാവ് ഭവതിക്ക് വേണ്ടി തീയിലും വേണമെന്നാൽ ചാടും. ഇതിൽ എനിക്ക് സംശയമേതുമില്ല. മഹാരാജാവാകട്ടെ കോപം കൊണ്ടിരിക്കുന്ന ഭവതിയെ നേരെ നോക്കുവാൻ കൂടി ശക്തനല്ല, കോപപ്പെടുത്തുന്നതിനും ശക്തനല്ല. നിന്തിരുവടിയുടെ പ്രീതിക്ക് വേണ്ടി പ്രാണനെയും ഉപേക്ഷിച്ച് കളയും. മനസ്സലിവുള്ളവളെ, നിന്തിരുവടിയുടെ ഭർത്താവിന് ഭവതിയുടെ പേരിലുള്ള അത്യധിക പ്രേമത്തെ ഓർമ്മ വെച്ചുകൊള്ളുക. അപ്രകാരമായാൽ മഹാരാജാവ് ഭവതിയുടെ വാക്കിനെ നിരസിപ്പാൻ ശക്തനാകയില്ല. ദശരഥ മഹാരാജാവ് പല പല മാണിക്യം, നന്മുത്ത, സ്വർണ്ണാഭരണങ്ങൾ എന്നിവയെയും രത്നങ്ങളെയും തരും. അവയൊന്നിലും ആഗ്രഹത്തെ വച്ചു പോകരുത്. മഹാഭാഗ്യവതിയായവളെ, ആ പട്ടാഭിഷേകം കാര്യം ഭവതിയെ തട്ടി നടക്കുകയില്ല. ദശരഥ മഹാരാജാവ് ഏതൊരു 2 വരങ്ങൾ തന്നുവോ ആ 2നെയും ഓർമ്മിച്ചു കൊള്ളുക. ദശരഥ ചക്രവർത്തി താൻ തന്നെ നിലത്ത് നിന്ന് ഭവതിയെ എടുത്ത് നിന്തിരുവടിക്ക് അഭിഷ്ടത്തെ നൽകും. ആ സമയം വന്നാൽ നിന്തിരുവടി മഹാരാജാവിനെ ഇക്കാര്യത്തെക്കുറിച്ച് സത്യം ചെയ്തുറപ്പിച്ച ശേഷം അഭീഷ്ടത്തെ ഇപ്രകാരം കേൾപ്പിച്ചാലും. എല്ലാ അടവുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാമം പ്രവ്രാജയാരണ്യേ നവവർഷാണി 5 ച ഭരതക്രിയതാം രാജാ പൃഥിവ്യാം പാർത്ഥിവർഷഭ 14 ഹി വർഷാണി രാമേ പ്രവ്രാജിതേ വനം രൂഢശ്ച കൃതമൂലശ്ച ശേഷം സ്ഥാസ്യതി തേ സുത രാമപ്രവ്രാജനം ചൈവ ദേവി യാജസ്വതം വരം ഏവം സേൽസ്യന്തി പുത്രസ്യ സർവാർത്ഥാസ്തവ ഭാമിനി ഏവം പ്രവ്രാജിതശ്ചൈവ രാമോ രാമോ ഭവിഷ്യതി ഭരതശ്ച കഥാ മിത്രസ്തവ രാജാ ഭവിഷ്യതി തേന കാലേന രാമശ്ച മനാത് പ്രത്യാഗമിഷ്യതി തേന കാലേന പുത്രസ്തേ കൃതമൂലോ ഭവിഷ്യതി സംഗ്രഹീത മനുഷ്യശ്ച സുഹൃദ്ഭി സാർത്ഥമാത്മവാൻ പ്രാപ്തകാലം തു തേ മന്യേ രാജാനം വീതസാധ്വസാ രാമാഭിഷേക സങ്കൽപ്പാൻ നിഗ്രഹ്യ വിനിവർത്തയ അനർത്ഥമർത്ഥരൂപേണ ഗ്രാഹിതാ സാ തദസ്തയാ പൃഷ്ടാ പ്രതീതാ കൈകേയീ മന്ധരാമിതമബ്രവീത് സാ ഹി വാക്യേന കുബ്ജായാ കിശോരീവോത്പഥ യഥാ കൈകേയീ വിസ്മയം പ്രാപ്താ പരമദർശന.
രാമനെ 14 വർഷങ്ങൾ കാട്ടിൽ വസിപ്പിക്കുക. ഭരതൻ നാട്ടിൽ യുവരാജാക്കന്മാരിൽ വെച്ചുത്തമനായ രാജാവായി നിയമിക്കപ്പെടട്ടെ. ശ്രീരാമൻ 14 കൊല്ലങ്ങൾ കാട്ടിൽ പോയി കളയുന്നുവെങ്കിൽ നിന്തിരുവടിയുടെ കുമാരൻ വേരൂന്നിയവനായും മൂലബലത്തെ സ്വാധീനമാക്കിയവനായും അതിനുശേഷം നിലനിന്ന് രാജ്യം ഭരിക്കുന്നതാണ്. രോഷമുള്ള ഹേ ദേവി, അദ്ദേഹത്തോടെ രാമവനവാസം ഒന്നിനെ തന്നെ സർവാഭീഷ്ട മനോരഥമായി ചാഞ്ചല്യമില്ലാതെ ചോദിച്ചു കൊള്ളുക. അപ്രകാരം ചെയ്താൽ ഭവിതപുത്രന് സകലവിധ ശ്രേയസ്സും ലഭിക്കും. ഈ മാതിരി വനവാസത്തെ പ്രാപിച്ചവനായ രാമനും പ്രജകളുടെ സ്നേഹബന്ധമറ്റവനായി തന്നെ ഭവിക്കും. നിന്തിരുവടിയുടെ ഭരതനും ശത്രുക്കളറ്റ രാജാവായി വിളങ്ങുകയും ചെയ്യും. ഏതൊരു കാലത്തിൽ രാമൻ കാട്ടിൽ നിന്നും മടങ്ങി വരുമോ ആ കാലത്തിനുള്ളിൽ തന്നെ നിന്തിരുവടിയുടെ പുത്രൻ സ്നേഹിതന്മാരോടും കൂടി ധൈര്യം പൂണ്ടവനായും വേരുറച്ചവനായും ജനങ്ങളെ സ്വാധീനത്തിലാക്കിയവനായും ഭവിക്കും. നിന്തിരുവടിക്ക് ഇക്കാര്യത്തിൽ തക്ക സമയം ഇതുതന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാരാജാവിനെ നിന്തിരുവടി യാതൊരു ചാഞ്ചല്യവും കൂടാതെ സമ്മതപ്പെടുത്തി രാമപട്ടാഭിഷേകത്തിനുള്ള പൂർവ്വ വൈദിക കൃത്യങ്ങളെ നിർത്തൽ ചെയ്യിച്ചാലും ആ കൈകേയിയാകട്ടെ മഹാപ്രസിദ്ധിയാർന്ന അത്ഭുതകരമായ സദ്ബുദ്ധിയോടു കൂടിയവൾ. ആ സമയം കൂനിയുടെ ദുരുപദേശത്താൽ നന്മ തിന്മ എന്നതറിയാത്ത ഇളം കുട്ടി എന്ന പോലായിത്തീർന്നവളും അവളാൽ തിന്മയെ നന്മയെന്ന് ബോധിപ്പിക്കപ്പെട്ടവളും അതിയായ ദുരഹങ്കാരം മുഴുത്തു പോയവളുമായ ആ കൈകേയി ദേവി സന്മാർഗം തെറ്റി നടപ്പാൻ നിശ്ചയിച്ചവളായി സന്തോഷം ഉൾക്കൊണ്ടവളായി മന്ത്രിയെ നോക്കി ഇങ്ങനെ ഉര ചെയ്തു. കുബ്ജേ ത്വാം നാഭിജാനാമി ശ്രേഷ്ഠാം ശ്രേഷ്ഠാഭിധായിനീം പൃഥിവ്യാമസി കുബ്ജാനാമുത്തമാ ബുദ്ധിനിശ്ചയേ ത്വമേവ തു മമാർത്ഥേഷു നിത്യയുക്താ ഹി ദൈഷിണീനാഹം സമവബുദ്ധ്യേയം കുബ്ജേ രാജ്ഞശ്ചികീർഷിതം സന്ധിതു സംസ്ഥിതാ കുബ്ജാ വക്രാ പരമദാരുണാ ത്വം പദ്മമിവ വാതേന സന്നദാ പ്രിയദർശനാ ഉരസ്തേഭിനിവിഷ്ടം വൈ യാവസ്കന്ധം സമുന്നതം അധസ്താചോദരം ശാദം സുനാഭമിവ ലജ്ജിതം പരിപൂർണം ച ജഘനം സുമീനൗ ച പയോധരൗ വിമലേന്ദു സമം വക്ത്രമഹോ രാജസി മന്ധരേ ജഘനം തവ നിർഘുഷ്ടം രശനാദാമശോഭിതം ജംഘേ ഭൃശമുപന്യസ്തേ പാദൗ ചാപ്യായതാവുഭൗ ത്വമായതാഭ്യാം ശക്തിഭ്യാം മന്ധരേ ക്ഷൗമവാസിനീ അഗ്രതോ മമ ഗച്ഛന്തി രാജഹംസീവ രാജസേ. കൂനിയുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. കൂനി ലോകത്തിൽ കൂനികളിൽ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കാര്യനിശ്ചയം ചെയ്യുന്നതിൽ ഉത്തമയായി തന്നെ നീ വിലസുന്നു. നിന്നെ ഹിതത്തെ ഉപദേശിച്ചിരിക്കുന്ന സമർത്ഥയായി ഞാൻ ഇതുവരെ അറിയാതിരുന്നു. ഞാൻ ഇക്കാര്യത്തിൽ മഹാരാജാവിൻ്റെ ഉള്ളിലുള്ള വിചാരത്തെ അറിയാതിരുന്നു. എൻ്റെ കാര്യങ്ങളിൽ അല്ലേ കൂനി, നീ ഒരുത്തി മാത്രമാണ് സ്ഥിരമായ സ്നേഹത്തോടു കൂടി നന്മയെ ഇച്ഛിക്കുന്നവൾ. കൂനികൾ ഏറ്റവും കൊടിയ ദുഷ്ട നടപടിയോട് കൂടിയവരായും കുടില ബുദ്ധിയുള്ളവരായുമാണ് കാണപ്പെട്ടു വരുന്നത്. ആരാലും ആഗ്രഹിക്കത്തക്ക ഗുണം കൊണ്ട് താമരപ്പൂവിനെ പോലെ തന്നെ മുതുകു വളഞ്ഞവളായി നീ ഒരുത്തി സത്തുക്കൾക്ക് ഒരു ഉദാഹരണമായി കൊണ്ടാടപ്പെടുന്നത് തീർച്ച തന്നെ. നിന്റെ മാറിടം തോൾ വരെയും ഉയർന്ന് അഴകാർന്നുല്ലസിക്കുന്നു. അതിനു ചുവട്ടിൽ അഴകിയ നാഭിയോടു കൂടിയ വയറും ലജ്ജിച്ചതെന്ന പോലെ ചടച്ച് ഉള്ളിലൊതുങ്ങിയിരിക്കുന്നു. മന്ധരെ, എത്ര അഴകോടെ നീ പരിലസിക്കുന്നു. നിന്റെ പൃഷ്ഠഭാഗം എത്ര വിശാലമായത്, കൊങ്കകൾ രണ്ടു എത്ര തടിച്ചുരുണ്ടവ, മുഖം കളങ്കമറ്റ ചന്ദ്രനൊത്തത് തന്നെ. നിന്റെ അരക്കെട്ട് അരഞ്ഞാൻ കൊണ്ട് ശോഭിക്കപ്പെട്ടതായി കിലുക്കത്തോടു കൂടിയതായിരിക്കുന്നു. കണങ്കാൽ രണ്ടും നല്ല യോജിപ്പുള്ളവ, കാലുകൾ രണ്ടും നല്ല നീളമുള്ളവ. മന്ധരെ, എൻ്റെ മുമ്പിൽ നീണ്ട തുടകളോടുകൂടി വെൺപട്ടുടുത്തവളായി വന്നു ചേർന്നിരിക്കുന്നവളായി നീ രാജഹംസ പേട പോലെ വിളങ്ങുന്നു. ആസന്യാ ശംബരേ മായാ സഹസ്രമസുരാധിപേ സർവാസ്ത്വയി നിവിഷ്ടാസ്താ പൂയശ്ചാന്യാ സഹസ്രശഃ തവേദം സ്തഗു യദ്ദീർഘം രഥകോണമിവായദം മദയ ക്ഷത്രവിദ്യാശ്ച മായാശ്ചാത്ര വസന്തി തേ അത്ര തേ പ്രതിമോക്ഷ്യാമി മാലാം കുബ്ജേ ഹിരൺമയീം അഭിഷിക്തേ ച ഭരതേ രാഘവേ ച വനം ഗതേ യാത്യേന ച സുവർണേന സുനിഷ്ടപ്തേന മന്ധരേ ലിബ്ധാർത്ഥാ ച പ്രതീതാ ച ലേപയിഷ്യാമി തേ സ്തഗു മുഖേ ച തിലകം ചിത്രം ജാതരൂപമയം ശുഭം
कारयिष्यामि ते कुब्जे शुभान्याभरणानि च परिधाय शुभे वस्त्रे देवदेव चरिष्यसि चन्द्रमाह्वयमानेन मुखेन प्रतिमानना गमिष्यसि गतिं मुख्यां गर्हयन्ति द्विषज्जनं तव आविकुब्जा कुब्जाया सर्वाभरणभूषिता പാദൗ പരിചരിഷ്യന്തി യഥൈവ ത്വം സദാ മമ. അസുരാധിപനായ ശമ്പരങ്കൽ ഏതെല്ലാം മായകൾ ആയിരക്കണക്കായി ഉണ്ടായിരുന്നുവോ അവ മുഴുവനും എന്നല്ല ഇനിയും വേറെ അനേകം നിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിന്റെ ദീർഘാലോചനകളും എല്ലാറ്റിനും മേലെയായി അധികാരത്തോടു കൂടി വിളങ്ങുന്നതിനുള്ള സൂത്രവിദ്യകളും രാജതന്ത്രങ്ങളിലുള്ള ചതികളും നിന്റെ ഈ കൂനിൽ കുടികൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു തേരിൻ്റെ കോണം പോലെ നീണ്ട് പെരുത്തിരിക്കുന്നത്. കൂനി, രാമൻ കാട്ടിലേക്ക് പോയതിൽ പിന്നെ ഭരതൻ പട്ടം കെട്ടപ്പെട്ട ഉടനെ നിന്റെ ഈ കൂനിൽ നല്ല പൊന്നിന്മാലയെ ഞാൻ അണിയിക്കുന്നുണ്ട്. മന്ധരെ, കാര്യം സാധിച്ചവളായി സന്തോഷമാർന്നവളായി ഞാൻ നല്ലപോലെ അരച്ച വിശേഷപ്പെട്ട പൊൻചന്ദന കൂട്ടുകൊണ്ട് നിന്റെ കൂനിൽ പൂശുന്നുണ്ട്. നിന്റെ മുഖത്തിൽ നല്ല പ്രകാശത്തോടു കൂടിയതും ഭംഗിയേറിയതും സ്വർണ്ണമയവും ആയ തിലകത്തെയും മേന്മയേറിയ ആഭരണങ്ങളെയും ഞാൻ അണിയിക്കുന്നുണ്ട്. നല്ല വസ്ത്രങ്ങൾ ചുറ്റിക്കൊണ്ട് ഒരു ദേവി എന്ന പോലെ നീ ലാത്താൻ പോകുന്നു. ചന്ദ്രനെ പോർക്കു വിളിക്കുന്ന മുഖത്തോടെ നിസ്തുല്യമായ മുഖമാർന്നവളായി സപത്നിമാരുടെ പരിജനങ്ങളെ ദുഃഖപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ പുല്ലുപോലെ ഗണിക്കുന്ന നടയോടും കൂടി നീ നടക്കാറാകും. എനിക്ക് നീ എപ്രകാരമോ അപ്രകാരം തന്നെ കൂനിയായ നിനക്കും പല ബന്ധങ്ങളും അണിഞ്ഞവരായ കൂനികൾ എല്ലായ്പ്പോഴും കാൽ കുമ്പിട്ട് പരിചാരകവൃത്തി ചെയ്യും. ഇതി പ്രശസ്യമാനാ സാ കൈകേയീമിതമബ്രവീത് ശയാനാം ശയനേ ശുഭ്രേ വേദ്യാമഗ്നിശിഖാമിവ യഥോദകേ സേതുബന്ധോ ന കല്യാണീ വിധീയതേ ഉത്തിഷ്ഠ ഗുരുകല്യാണം രാജാനമനുദർശയ. തഥാ പ്രോത്സാഹിതാ ദേവി ഗത്വാ മന്ധരയാ സഹ ക്രോധാകാരം വിശാലാക്ഷി സൗഭാഗ്യമതഗർവിത അനേകശതസാഹസ്രം മുക്താഹാരം വരാംഗന അവമുച്യ മഹാർഹാണി ശുഭാന്യാഭരണാനി ച തതോ ഹേമോപമാ തത്ര കുബ്ജാ വാക്യവശം ഗതാ സംവിശ്യ ഭൂമൗ കൈകേയീ മന്ധരാമിതമബ്രവീത് ഇഹ വാ മാം മൃതാം കുബ്ജേ നൃപായാ വേദയിഷ്യസി വനം വാ രാഘവേ പ്രാപ്തേ ഭരത പ്രാപ്യ ദീക്ഷിതിം ന സുവർണേന മേ ഹ്യർത്ഥോ ന രത്നൈർന ച ഭോജനൈഃ ഹേഷ മേ ജീവിതസ്യാന്തോ രാമോ യദ്യഭിഷിച്യതേ അഥോ പുനസ്താം മഹിഷീം മഹീക്ഷിതോ വജോഭിരത്യർത്ഥമഹാപരാക്രമൈഃ ഉവാച കുബ്ജാ ഭരതസ്യ മാതരം ഹിതം വജോ രാമമുപേത്യ ചാഹിതം. പ്രകാരം പുകഴ്ത്തപ്പെട്ടവളായ ആ കുനി നിർമ്മലമായ ശയനത്തിൽ വിവാഹവേദിയിൽ അഗ്നിജ്വാല എന്ന പോലെ ശയിച്ചുകൊണ്ടിരുന്നവളായ കൈകേയിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഉത്തമേ, വെള്ളം ഒഴിഞ്ഞുപോയ ശേഷം അണകെട്ടുന്നത് വ്യർത്ഥം തന്നെ. എഴുന്നേൽക്കുക, നല്ല കാര്യത്തെ ചെയ്തു പൂർത്തിയാക്കുക, മഹാരാജാവിനെ കാത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്രകാരം ഉത്സാഹപ്പെടുത്തപ്പെട്ടവളും സൗഭാഗ്യം കൊണ്ടുള്ള മതത്താൽ ഗർവം കൊണ്ടവളും അതിപ്രസിദ്ധയും സൗന്ദര്യവതിയും രാജ്ഞിയും ആയ ആ കൈകേയി ദേവി കൂനിയുടെ ദുരുപദേശത്തിന് കീഴടങ്ങിയവളായി കോപഗൃഹത്തിൽ പ്രവേശിച്ചു. എത്രയോ വില പിടിച്ച മുത്തുമാലയെയും വിലയേറിയവയും അഴകാർന്നവയുമായ ആഭരണങ്ങളെയും വലിച്ചെറിഞ്ഞ് അവിടെ വെറും നിലത്ത് ഒരു സ്വർണ്ണപ്പാവ പോലെ കിടന്നുകൊണ്ട് മന്ത്രിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു: രാമൻ കാട്ടിലേക്ക് പോയെന്നാൽ ഭരതൻ രാജ്യത്തെ പ്രാപിക്കും. അതില്ലെന്നാൽ അല്ലേ കൂനി, ഇവിടെ തന്നെ എന്നെ മരണമടഞ്ഞവളായി മഹാരാജാവിനോട് നീ ചെന്നറിയിക്കുക. എനിക്ക് സ്വർണം കൊണ്ട് അഭീഷ്ടം സാധിച്ചതായി വരികയില്ല, രത്നങ്ങളെ കൊണ്ടും ആകയില്ല, ഭോജനങ്ങൾ കൊണ്ടുമില്ല. രാമൻ അഭിഷേകം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഇത് തന്നെ എൻ്റെ പ്രാണന് അവസാനം. ആ സമയത്തിലും കൂനി മഹാരാജാവിൻ്റെ പത്നിയും ഭരതൻ്റെ മാതാവുമായ ആ കൈകേയി ദേവിയോടായി ശ്രീരാമന് ഹൈതത്തെ ഉദ്ദേശിച്ച് അതിസാഹസകൃത്യങ്ങളെ ഉപദേശിക്കുന്നവയായ വാക്കുകളെ കൊണ്ട് സമയത്തിന് തക്കതായി ഈ വാക്യത്തെ വീണ്ടും ഉപദേശിച്ചു. പ്രപൽസ്യതേ രാജ്യമിദം ഹി രാഘവോ യദി ധ്രുവം ത്വം സസുതാ ച തപ്സ്യസേ അതോ ഹി കല്യാണി യദസ്വ തഥാ
യഥാ സുതസ്തേ ഭരതോ അഭിഷേക്ഷ്യതേ തഥാതിവിദ്ധാ മഹിഷീദുഗുബ്ജയാ സമാഹതാ വാഗിഷുഭിർമുഹുർമുഹു നിധായ ഹസ്തൗ ഹൃദയേതി വിസ്മിതാ ശശംസകുബ്ജാം കുപിതാം പുനഃ പുനഃ യമസ്യ വാമാം വിഷയം ഗദാമിതോ നിശാമ്യ കുബ്ജേ പ്രതിവേദയിഷ്യസി വനം ഗതേ വാ സുചിരായ രാഘവേ സമൃദ്ധകാമോ ഭരതോ ഭവിഷ്യതി അഹം ഹി നൈവാസ്തരണാനി ന സ്രജ ന ചന്ദനം നാഞ്ജനപാനഭോജനം ന കിഞ്ചിദിച്ഛാമി ന ചേഹ ജീവിതം ന ചേദിതോ ഗച്ഛതി രാഘവോ വനം അഥൈതദുക്ത്വാ വചനം സുദാരുണം നിധായ സർവാഭരണാനി ഭാമിനി അസംവൃതാമാസ്തരണേന മേദിനീം തഥാധിശിഷ്യേ പതിദേവ കിന്നരീ. ഉത്തമയായവളെ, രാമൻ ഈ രാജ്യത്തെ പ്രാപിച്ചാൽ ഭവതി പുത്രനോടും കൂടി നിശ്ചയമായും ദുഃഖിക്കാറാകും. ആയതുകൊണ്ട് എപ്രകാരമായാൽ നിന്തിരുവടിയുടെ പുത്രനായ ഭരതൻ പട്ടം ചൂടുമോ അപ്രകാരം തന്നെ അക്കാര്യം ചെയ്ത് പൂർത്തിയാക്കേണ്ടതാണ്. മഹാരാജ്ഞി, ഈ വിഷയത്തിൽ അപ്രകാരം കൂനിയാൽ ക്രൂരമുക്ത വാക്കുകളാൽ ദുഃഖിപ്പിക്കപ്പെട്ടവളായി, നന്നായി നെഞ്ഞിൽ തറയ്ക്കപ്പെട്ടവളായി, മുമ്പത്തേതിനേക്കാളും അധികം സ്വബുദ്ധി അറ്റുപോയവളായി, നെഞ്ചത്തിരുകൈകളും വെച്ചുകൊണ്ട് കോപാവേശം പൂണ്ട കുനിയോടായി വീണ്ടും ഇപ്രകാരം ചെയ്തു. രാമൻ ഏറെക്കാലം കാട്ടിലേക്ക് പോയി കളയുന്നുവെങ്കിൽ ഭരതൻ തൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കുന്നവനായി വിളങ്ങും. അതില്ലെന്നാൽ എന്നെ ഇവിടെ നിന്ന് യമധർമ്മ രാജാവിൻ്റെ ലോകത്തിലേക്ക് പോയവളായി കണ്ട് നീ അദ്ദേഹത്തോട് വിവരം അറിയിക്കുമാറാകും. രാമൻ ഇവിടെ നിന്ന് കാട്ടിലേക്ക് പോകുന്നില്ലെന്ന് വരികിൽ ഞാൻ ഒന്നും തന്നെ ആഗ്രഹിക്കുകയില്ല. ശയനങ്ങളും ആഗ്രഹിക്കുകയില്ല, പൂമാലകളും അണിയില്ല, കുറിക്കൂട്ടും പൂശുകയില്ല, കണ്ണെഴുതുകയാട്ടെ, ഉണ്ണുകയാട്ടെ, വെള്ളം കുടിക്കുകയാട്ടെ ചെയ്യുകയില്ല. ഈ ലോകത്തിൽ ജീവനോടിരിക്കുക പോലുമില്ല. ഈ അതികഠിനമായ വാക്യത്തെ ചെയ്ത ശേഷം സുന്ദരിയായ അവൾ അതിൽ പിന്നെ ആഭരണങ്ങളെല്ലാം അഴിച്ചെറിഞ്ഞ് പുണ്യമറ്റതായി ഭൂലോകത്തിലേക്ക് തള്ളപ്പെട്ട ഒരു ദേവസ്ത്രീയെ പോലെയുള്ളവളായി വിരിപ്പുകൊണ്ട് ആവൃതമല്ലാത്ത വെറും നിലത്ത് ആ സമയം കിടന്നു. ഉദീർണ സംരംഭതമോ വൃദാനനാ തഥാവമുക്തോത്തമമാല്യഭൂഷണ നരേന്ദ്രപത്നീ വിമനാ ബഭൂവസാ തമോ വൃദാ ദ്വൈരിവമഗ്നതാരക. ആ മഹാരാജ്ഞി അപ്രകാരം സദ്ബുദ്ധിയറ്റവളായി, അതിയായ കോപമാകുന്ന ഇരുട്ടാൽ മൂടപ്പെട്ടവളായ, മുഖത്തോടു കൂടിയവളായി, ഉത്തമങ്ങളായ മാലകളെയും ആഭരണങ്ങളെയും അഴിച്ചെറിഞ്ഞവളായി, കാന്തിയേറ്റ നക്ഷത്രങ്ങളോടുകൂടി ഇരുട്ടടഞ്ഞ ആകാശം പോലെ വിലസി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ അയോധ്യാകാണ്ഡേ നവമ സർഗ 9ാം സർഗം സമാപ്തം. നമസ്തേ.